നമസ്കാരം. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. അന്തിമവാദമൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേസ് പരിഗണനയ്ക്ക് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്താണ് CBI സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അപ്പീൽ നൽകിയിട്ട് ഏകദേശം 7 വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും കേസ് പരിഗണനയ്ക്ക് എടുത്തിരുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. മാറ്റിവെക്കപ്പെടുന്ന കേസുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ സ്ഥാനം നേടിയ അല്ലെങ്കിൽ സ്ഥാനം പിടിച്ച ഒരു കേസായി ഈ ലാവ്ലിൻ കേസ് മാറിക്കഴിഞ്ഞു എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് ഓരോ തവണയും കേസ് പരിഗണിക്കപ്പെടാതെ മാറ്റിവെക്കപ്പെടുന്നത് അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് BJPയും CPM തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ് എന്ന് കോൺഗ്രസ് പലപ്പോഴും ആരോപണങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഉന്നയിച്ചിട്ടുമുണ്ട്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്തും ഈ ആരോപണമൊക്കെ വളരെ ശക്തമായി ഉയർത്തുകയും ചെയ്തിരുന്നു. BJPയെയും CPMനെയും ഒക്കെ ഒരേപോലെ പ്രതിരോധത്തിലാക്കുന്ന ആരോപണത്തിൽ ഇരു പാർട്ടികൾക്കും കാര്യമായി മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിണറായി വിജയൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തനാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള CBIയുടെ അപ്പീൽ 2017 ഒക്ടോബർ 27 ആദ്യമായിട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് തന്നെ. എന്നാൽ ഇതിനകം ഏകദേശം 40ഓളം തവണയാണ് ഈ കേസ് മാറ്റിവെക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഇത്തവണത്തടക്കം ഇതുവരെ 34 തവണ അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത്. ലിസ്റ്റ് ചെയ്യപ്പെട്ട ശേഷവും സുപ്രീം കോടതി അപ്പീൽ പരിഗണിക്കാതിരിക്കുന്നത് നിരവധി തവണയാണ്. അതിനേക്കാൾ ഏറെ തവണ CBIയുടെ ആവശ്യപ്രകാരം അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഈ അസാധാരണ സംഭവ വികാസങ്ങളാണ് CPM BJP ഒത്തുതീർപ്പ് ആരോപണത്തിന് അതിന് ബലം നൽകുന്നത് ഇത് തന്നെയാണ്. അപ്പീൽ പരിഗണിക്കുന്നത് നിരന്തരം മാറ്റിവെക്കാനാവില്ല എന്ന് സുപ്രീം കോടതി CBIയെ പലതവണ ഓർമ്മിപ്പിച്ചുവെങ്കിലും അതിലും ഫലമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതികളെ വിമുക്തരാക്കിയ CBI പ്രത്യേക കോടതി ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതിയുടെ വിധി അത് തെറ്റെന്ന് പറയാൻ പര്യാപ്തമായ തെളിവുകളുണ്ടെങ്കിൽ അത് ഹാജരാക്കാനും സുപ്രീം കോടതി CBIയോട് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ CBI വീണ്ടും ദുർബലമായിട്ടുള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞ് തടി തപ്പാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അഭിഭാഷകർക്ക് നിർണായകമായിട്ടുള്ള മറ്റു കേസുകളുടെ തിരക്കുള്ളത് കൊണ്ടാണ് കേസ് മാറ്റിവെക്കേണ്ടി വരുന്നത് എന്നായിരുന്നു CBIയുടെ ന്യായീകരണം പോലും. വാദമറിയിക്കാൻ ഒരു ദിവസം വേണമെന്ന് CBI കോടതിയോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം അംഗീകരിച്ച സുപ്രീം കോടതി മെയ് 1, 2 തീയതികളിൽ SNC ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് നടന്നില്ല. എന്നാൽ അതിനു മുൻപ് പരിഗണനയ്ക്കെടുത്ത കേസുകളുടെ വാദം നീണ്ടുപോയത് പ്രതികൾക്ക് അനുഗ്രഹമായി മാറി അല്ലെങ്കിൽ അനുഗ്രഹമായി സംഭവിച്ചു എന്നുള്ളതാണ്. സമയപരിമിതി ചൂണ്ടിക്കാട്ടി ഹർജി സുപ്രീം കോടതി പരിഗണനയ്ക്കെടുത്തില്ല. പിന്നീട് ലാവ്ലിൻ കേസിലെ CBI അപ്പീൽ മെയ് 8 തീയതിക്ക് പരിഗണിക്കാനായി ലിസ്റ്റ് ചെയ്തുവെങ്കിലും വീണ്ടും അതിനകത്ത് തടസ്സങ്ങൾ ഉയർന്നു വന്നു. അതായത് പരിഗണനാ പട്ടികയുടെ ഏറ്റവും പിന്നിലായാണ് കേസ് ഉൾപ്പെടുത്തിയത്. ഇത്തവണയും സമാനമായ സാഹചര്യമാണ് ഉരുത്തിരിയാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരുന്ന ബുധനാഴ്ച ലിസ്റ്റ് ചെയ്തിട്ടുള്ള കേസ് പട്ടികയുടെ ഏറ്റവും അവസാന ഭാഗത്താണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതി പരിഗണിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം ചൂണ്ടിക്കാട്ടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്ന് ഉറപ്പില്ല എന്ന് തന്നെ പറയേണ്ടി വരും. CBIയുടെ കുറ്റപത്രം അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസിലെ 6ാം പ്രതിയാണ് എന്നുള്ളതാണ്. പ്രതികളുടെ വിടുതൽ ഹർജി ശരിവെച്ച് തിരുവനന്തപുരത്തെ CBIയുടെ പ്രത്യേക കോടതി അത്തരത്തിൽ ശരിവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ഉൾപ്പെടെ 7 പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം നടന്നു. വിചാരണ കോടതി ഉത്തരവ് അത് ജസ്റ്റിസ് ഉബൈദ് അധ്യക്ഷനായിട്ടുള്ള ഹൈക്കോടതി ബെഞ്ച് ശരിവെക്കുന്ന ഒരു സാഹചര്യവും അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് CBIയും ഒപ്പം തന്നെ വിചാരണ നേരിടണമെന്ന വിധിക്കെതിരെ മറ്റ് പ്രതികളും നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ വിഷയമുള്ളത്. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് അന്ന് കനേഡിയൻ കമ്പനിയായിട്ടുള്ള SNC ലാവ്ലിൻ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ ക്രമക്കേടുണ്ട് എന്നും അതുവഴി സംസ്ഥാനത്തിന് 86.25 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കേസ്. കരാറിൽ ഏർപ്പെടുമ്പോൾ വൈദ്യുതി മന്ത്രിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, ഊർജ്ജ വകുപ്പിൻ്റെ മുൻ സെക്രട്ടറിയായിട്ടുള്ള K മോഹനേന്ദ്രൻ, ജോയിൻറ്റ് സെക്രട്ടറിയായിട്ടുള്ള A ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ 2017 ഹൈക്കോടതി വിധിക്കെതിരെയാണ് CBI സുപ്രീം കോടതിയിൽ ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത്. അപ്പീൽ പോയ CBI തന്നെ പിന്നീട് കേസ് പരിഗണിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇവിടെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന CPMും BJPയും തമ്മിലുള്ള ഒരു അന്തർധാര അവരുടെ ആവശ്യപ്രകാരമാണ്
ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് എന്ന് പറയപ്പെടുന്നതിലുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതിന് ശക്തി പകരുന്നതാണ് SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നതിന് 40ാമത്തെ തവണയും മാറ്റിവെക്കുന്നത് എന്നുള്ളതാണ്. മെയ് 8-ന് വീണ്ടും പരിഗണിക്കുമ്പോൾ അതും മാറ്റിവെക്കുവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം അവസാനത്തെ കേസായി ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ സമയപരിമിതി മൂലം അത് പരിഗണിക്കപ്പെടുവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് 41ാം വട്ടവും SNC ലാവ്ലിൻ കേസ് മാറ്റിവെക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോഴും രക്ഷപ്പെടുന്നത് പിണറായി വിജയനും ഈ പിണറായി വിജയനോടൊപ്പമുള്ള സഹപ്രവർത്തകരും കുറച്ചു കാലം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.